ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് വധശിക്ഷ നൽകണമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുല്ല ഖമേനി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. മാത്രമല്ല, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനുൾപ്പെടെ യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രധാനമായും അറസ്റ്റ് വാറന്റല്ല വധശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യവുമായി ഖമേനി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പ്രധാനമായും പുറപ്പെടുവിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മേധാവി യോവ് ഗാലന്റിനും ഹമാസ് നേതാവായ ഇബ്രാഹിം അൽ മസ്രിനും എതിരെയാണ്. ഇതിന് പിന്നാലെയാണ് നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നേതാക്കൾ ക്രിമിനലുകളാണെന്ന് അറസ്റ്റ് വാറന്റിന് പകരം വധശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യം ഖമേനി ഉയർത്തിയിരിക്കുന്നത്. മാത്രമല്ല, ICC ജഡ്ജിമാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസയിലെ സാധാരണ ജനങ്ങൾക്കെതിരായ വ്യാപക ആക്രമണങ്ങളുടെ ഭാഗമായി കൊലപാതകം, പീഡനം, പട്ടിണി എന്നിവയുൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉത്തരവാദികൾ നെതന്യാഹുവും യോവ് ഗാലന്റും ആണെന്ന് വിശ്വസിക്കാൻ ന്യായമായ കാരണങ്ങൾ ഉണ്ടെന്നായിരുന്നു. പക്ഷേ ഇസ്രയേലിന്റെ നിലപാട് എന്തെന്നാൽ ICCയുടെ നിരീക്ഷണം ലജ്ജാകരവും അസംബന്ധവുമാണെന്നായിരുന്നു. ഗാസയിലെ യുദ്ധക്കുറ്റങ്ങൾ ഇസ്രയേൽ നിരസിക്കുകയും ചെയ്യുകയുണ്ടായി. നിലവിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരെ പുറത്തുവന്നിരുന്നു. ഗാസയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 40,000-ലേറെ പേരെ കൂട്ടക്കൊല നടത്തിയതിനും ആശുപത്രികളടക്കം തകർത്തതിനുമാണ് യുദ്ധക്കുറ്റം പ്രധാനമായും ചുമത്തിയിരുന്നത്. നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ICC പ്രീ ട്രയൽ ചേംബറിലെ 3 ജഡ്ജിമാർ ഏകകണ്ഠമായാണ് ഇവർക്കെതിരെ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നത്. കൂടാതെ ഹമാസ് നേതാവ് മുഹമ്മദ് ദെയ്ഫിനെതിരെയും കോടതിയുടെ വാറന്റുണ്ട്. പക്ഷേ ഇയാളെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. നെതന്യാഹുവോ ഗാലന്റോ ICC അംഗത്വമുള്ള 120-ലധികം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും യാത്ര ചെയ്താൽ ഇരുവരെയും അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കുകയും ചെയ്യും. അറസ്റ്റിലായാൽ വിചാരണയ്ക്കായി ഇരുവരെയും ഹേഗിലെ കോടതിയിൽ ഹാജരാക്കുന്നുമുണ്ട്. എന്നാൽ ഇസ്രയേലും അമേരിക്കയും ICCയിൽ അംഗത്വമെടുക്കാത്തതിനാൽ ഉത്തരവ് നടപ്പാക്കുന്നത് പ്രായോഗിക പരിമിതിയുണ്ടാകുമെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്.